അങ്ങനെ ഇതാ ഗൈസ് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിപ്പെണ്ണിനൊന്നും ചെയ്യാനില്ല എന്ന് തോന്നിയത്. അങ്ങനെ നമ്മൾ നേരെ പൂളിലേക്ക് പോയി. നമ്മുടെ റൂഫ് ടോപ്പിൽ തന്നെ പൂളാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയപ്പോൾ എൻ്റെ ദൈവമേ, കുഞ്ഞിപ്പെണ്ണ് ആളാകെ മാറി. എന്നുവെച്ചാൽ കുഞ്ഞിപ്പെണ്ണ് വെള്ളത്തിലിറങ്ങണം. ഇതിന് മുന്നേ ഏട്ടൻ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പം കറൻ്റ്ലി എൻ്റെ വോയിസ് കേട്ടാലും മനസ്സിലാവും. ഇതേ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാം. കുഞ്ഞിപ്പെണ്ണും ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ജസ്റ്റ് ഒന്ന് എല്ലാവരും കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, കുളിക്കുന്നൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ പോയപ്പോഴാണ് കുഞ്ഞിപ്പെണ്ണ് അതിൽ ഇറങ്ങണം. അങ്ങനെ വാശി പിടിച്ചപ്പോൾ രണ്ടും കൽപ്പിച്ച് ഏട്ടനും കുഞ്ഞിപ്പെണ്ണും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴേക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ ആവേശം കണ്ട. കുഞ്ഞിപ്പെണ്ണ് കൈയും കാലൊക്കെ അതിലിട്ട് ഇളക്കുവാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ടായിട്ടില്ല, ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട്. അങ്ങനെ എങ്ങനെയല്ലോ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു. വൈകുന്നേരമായപ്പോൾ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആ ജ്യൂസ് കുടിച്ച് എൻ്റെ തൊണ്ടവേദനയാണ് ഗൈസ് ഇപ്പോഴും.